ഹലോ എവ്രി വൺ. ഇന്ന് ഞാനൊരു റെസിപ്പി വീഡിയോ ആയിട്ടല്ല വന്നിട്ടുള്ളത്. ഒരു ചട്ടി എങ്ങനെ മായ്ക്കപ്പെടുത്താമെന്നുള്ള എങ്ങനെ ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്നുള്ളത് ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഒരു ചട്ടി ഞാൻ വാങ്ങിയിട്ടുണ്ട്, മൺചട്ടി. അപ്പോൾ അതാദ്യം വലിയൊരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കുതിർത്തി വെക്കണം. കുതിർത്തി വെക്കുന്നത് വെച്ചാൽ ഒരു ദിവസം മുഴുവൻ, ഇപ്പോൾ ഞാനിത് രാത്രിയാണെന്ന് വെച്ചിട്ടില്ല ഇനി. അപ്പോൾ എന്നിട്ട് അടുത്ത ദിവസം പകൽ തന്നെ ഇങ്ങനെ ഒരു വെളിച്ചെണ്ണ ഫുള്ളായിട്ടൊന്ന് തടവി കൊടുക്കുക. ഫുള്ളായിട്ട് തടവി കൊടുത്ത് നല്ലോണം 2-3 പ്രാവശ്യം ഈ കാണുന്ന രീതിയിൽ ഫുള്ളായിട്ടൊന്ന് തടവി കൊടുക്കുക. അപ്പം എങ്ങനെ ചെയ്താലും ഞങ്ങൾ കുറേ മെത്തേഡ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എപ്പോഴും ചട്ടി കൂടുതൽ നമ്മൾ തയ്യാറാക്കുമ്പം ഒരു കീറൽ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ കുറേ രീതികൾ നോക്കിയിട്ട് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പം ചട്ടി ഏതൊരു ചട്ടിയും തന്നെ കീറൽ വരില്ല. ഇതിപ്പം ഞാനിപ്പം ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു ചട്ടിയും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ചെറിയൊരു കീറൽ ഉണ്ടായിന്. പക്ഷെ എന്നാലും ഞാൻ സൈഡിലാണ് ഉണ്ടായിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതേപോലെ തന്നെ ചെയ്തിട്ടും കൂടി ആ ചട്ടി ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കീറൽ നിർത്തുന്ന ആ ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ട്. അധികം കൂടുതൽ കീറി പോകാണ്ട് ക്രാക്ക് വീഴാണ്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഉൾഭാഗത്തും നല്ലോണം വെളിച്ചെണ്ണ തടവി കൊടുക്കുക. ഈ കാണുന്ന രീതിയിൽ തന്നെ നല്ലോണം 2-3 പ്രാവശ്യം തന്നെ തടവി കൊടുത്ത് ഒരു പേപ്പർ പിരിച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ കാരണം ഇത് അങ്ങനെ തന്നെ ഒരു ദിവസം കൂടി വെക്കേണ്ടതാണ്. അപ്പോൾ ശരിക്കും ഇത് മയപ്പെടുത്തുന്നത് 2-3 ദിവസം കറക്റ്റായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം വെള്ളത്തിൽ കുറച്ച് സമയം വെച്ച് ഇപ്പോൾ ഈ ഉൾഭാഗവും സൈഡിലും എല്ലാ ഭാഗത്തും ഒരു ഭാഗവും ഒയ്യാണ്ട് തന്നെ വെളിച്ചെണ്ണ നല്ലോണം തന്നെ തടവി കൊടുക്കണം. ഇപ്പോൾ നല്ലൊരു ചട്ടി കിട്ടാൻ തന്നെ നല്ല കറക്റ്റായിട്ടുള്ള ഒരു മൺചട്ടി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടും പ്രയാസമില്ല കാര്യമൊന്നും. പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്താൽ ഒരിക്കലും ക്രാക്ക് വീഴുന്നില്ല. ഇനി ക്രാക്ക് വീണാൽ തന്നെ അത് ഇതേ രീതിയിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്കിപ്പം യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല നേരത്തെ ഒരു ചട്ടി വാങ്ങിയിട്ട് അങ്ങനെ ക്രാക്ക് വീണിട്ടുണ്ടായിരുന്നു. അപ്പം ഈ രീതിയിൽ ചെയ്യുമ്പം നമുക്ക് കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിപ്പോൾ ഞാനിതാ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം കൂടി ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ വെളിച്ചെണ്ണ തേച്ചും അത് കുടിക്കും. അപ്പോൾ അതങ്ങനെ വെക്കാം. ചില ചട്ടികൾ കുറച്ച് സമയമെടുക്കും, കൂടുതൽ സമയം എടുക്കാൻ സാധ്യതയുണ്ട്. ഓരോ നാട്ടിലുള്ള മൺചട്ടി ഓരോ രീതിയിലായിരിക്കും. പക്ഷേ ഇത് എന്തായാലും കുടിക്കുന്നുണ്ട്. അപ്പം വെളിച്ചെണ്ണ നല്ലോണം തടവിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അടുത്ത ദിവസം നമ്മളെ അടുപ്പ് ഉണ്ടല്ലോ കത്തിക്കുന്നത്, അപ്പോൾ ആ അടുപ്പിലേക്ക് ചേരിയും ചിരട്ടയൊക്കെ ഇട്ടിട്ട് പുകയിച്ചിട്ട് നല്ലോണം ചൂടാക്കിയിട്ട് ഇത് കണ്ട ഫുൾ വെളിച്ചെണ്ണ ഇത് കുടിച്ച് കഴിഞ്ഞ്. അപ്പോൾ ഒരു വെളിച്ചെണ്ണയും ഇല്ല. ഇനി കഴുകാനേ പാടില്ല, വെള്ളം തട്ടാനേ പാടില്ല. ഇങ്ങനെ കത്തിച്ചിട്ട് നല്ലോണം ഒരു ദിവസം മുഴുവനും ആ നല്ലൊരു ചൂടിൽ തന്നെ ഈ ചട്ടി ഇറക്കി വെക്കണം. ഇത് ഇപ്പോൾ ഞാൻ കാണിച്ചിരുന്നുണ്ട്. നല്ല തീയിൽ തന്നെ ചൂടോടെ തന്നെ ഇത് ചെയ്യണം. ആ ഒരു പകുതി ആകുമ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഈ വാഴച്ചപ്പ് ഇല ഉണ്ടല്ലോ അതിങ്ങനെ കീറിയിട്ട് മേലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. മേലെ വെച്ച് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ ഇതൊരു മെത്തേഡാണ്. എന്താ ശരിക്കും റീസൺ എനിക്കറിയില്ല. വാഴച്ചപ്പ് ഇങ്ങനെ വെച്ചിട്ട് എന്തെങ്കിലും വെയിറ്റുള്ള സാധനമാണ്. ഇപ്പോൾ സ്റ്റീലിൻ്റെ പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത്, അത്ര വെയിറ്റ് മാത്രം മതി, കൂടുതൽ വെയിറ്റ് ആക്കണ്ട. ഈ ചപ്പിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ ഈ വാഴച്ചപ്പ് ഇങ്ങനെ വാടി കിട്ടും. ഈ വാടി കിട്ടുന്നതാണ് അതിൻ്റെ എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും. ഇപ്പോൾ ആർക്കെങ്കിലും അറിയുന്നതെങ്കിൽ കമൻസിൽ അറിയിക്കാം. ഇപ്പോൾ ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ ആയി കിട്ടും. അപ്പോൾ ഒരു ദിവസം തേച്ച് ഇന്നിപ്പോൾ രാവിലെ തന്നെ ഞാൻ വെച്ചതാണ്. നല്ല ചൂടുണ്ട്, പ്ലേറ്റ് തൊടാൻ കഴിയുന്നില്ല. അപ്പം ആ പ്ലേറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് അമർന്ന് നിൽക്കാൻ മാത്രം വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. കൂടുതൽ വെയിറ്റ് കൊടുക്കാത്ത രീതിയിൽ ഈ ചപ്പ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ചപ്പൊക്കെ വാടിക്കഴിഞ്ഞാൽ അത് മാറ്റി വെക്കുന്നതാണ്. അപ്പം നല്ല ചൂട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, തൊടാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ആയിക്കഴിഞ്ഞാൽ ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്തിട്ടാണ് ഇത് എടുക്കുന്നത്. അടിഭാഗം കരിവ് കണ്ടല്ല, അപ്പോൾ അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ. എന്നിട്ട് ഇതൊരു ദിവസം കഴിഞ്ഞോട്ടെ. ഇത് മൂന്നാമത്തെ ദിവസം ഈ ഒരു വെള്ളത്തിലേക്ക് ഞാൻ കടലപ്പൊടിയാണ് ഇട്ടിട്ടുള്ളത്. ഒരു 1-2-3 ടേബിൾ സ്പൂണ് കടലപ്പൊടി ഇട്ടിട്ട് ഇത് കഴുകി എടുക്കാനാണ്. ഈ കരിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ നമ്മളിപ്പം സോപ്പും സർഫും കാര്യങ്ങളും ഒന്നും കെമിക്കൽസ് ഉപയോഗിക്കാൻ പാടില്ല. ചട്ടി
ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് ഒരു ഇത് കൊണ്ട് സ്പോഞ്ച് കൊണ്ട് ഉരക്കുന്നത്. ചേരി ചൊപ്പ ഉണ്ടെങ്കിൽ അത് അത്രയും നല്ല, പണ്ടത്തെ ആൾ ചേരി ചൊപ്പയൊന്നും എടുക്കല്, പക്ഷെ എൻ്റെ അടുത്തില്ല. അപ്പോൾ ഞാനിതിങ്ങനെ സ്പോഞ്ച് കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ലൈറ്റായിട്ട് ഒന്ന് ഉരച്ച് കയറുന്നത് മാത്രം. അപ്പോൾ ഈ കറുത്ത ഇത് പോകണമെന്ന് നീന്നില്ല, ജസ്റ്റ് ഒന്ന് ആ കരി പോകുന്നവരെ ഒന്ന് ഉരച്ച് വൃത്തിയാക്കി കൊടുക്കുന്നതാണ്. നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നതല്ലേ, അപ്പോൾ ജസ്റ്റ് ഈ കടലപ്പൊടി ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. കടലപ്പൊടി തന്നെ കൂടുതൽ എല്ലായിടത്തും കാണുന്നത്, വേറെ പൊടികൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ ഈ ഒരു മെത്തേഡാണ് കൂടുതൽ എല്ലാ പ്രാവശ്യവും ചെയ്യുന്നത്. അപ്പോൾ ലൈറ്റായിട്ട് ഇങ്ങനെ കടലപ്പൊടി കൊണ്ട് തന്നെ എല്ലാ സൈഡും അടക്കില്ലതെല്ലാം നല്ല രീതിയിൽ വൃത്തിയാക്കി എടുക്കുന്നതാണ്. അപ്പോൾ എന്നിട്ട് അത് കഴിഞ്ഞാൽ വൃത്തിയായി കഴിഞ്ഞാൽ അതൊരു നല്ലൊരു നീറ്റായി. ഇനി വെയിലത്തിട്ട് ഉണക്കലാണ്. അപ്പോൾ ഇതിൽ നമ്മളെ ലാസ്റ്റത്തെ സ്റ്റേജാണ്. നല്ലോണം ഉണങ്ങിക്കഴിഞ്ഞിട്ട് 4-മത്തെ ദിവസമാണ് ഞാനിത് ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ നമ്മളെ ഒരു പാൻ കേക്കിൻ്റെ റെസിപ്പി, തോട്ടപ്പത്തിൻ്റെ റെസിപ്പി എന്തൊക്കെയോ ഉണ്ടല്ലോ. അപ്പോൾ അത് ജസ്റ്റ് ഒരു മൈദയും മുട്ടയും വെള്ളവും ഉപ്പും ചേർത്തിട്ട് കലക്കിയിട്ട് ഇങ്ങനെ ജസ്റ്റ് സെമി ബാറ്റർ ആക്കിയിട്ട് ഇങ്ങനെ കലക്കി നോക്കുന്നത്. ഫസ്റ്റ് ട്രയലാണ് ഇവിടെ കാണിക്കുന്നത്. ചില സമയം ഫസ്റ്റിൽ തന്നെ ഇത് വരണമെന്നില്ല, ഫുൾ തോട്ടമായിട്ട് വരണമെന്നില്ല. പക്ഷേ എനിക്കിതിൽ കുഴപ്പമില്ല, ഫസ്റ്റായിട്ട് ചെയ്യുന്നത് കൊണ്ടായിരിക്കും. പക്ഷേ ഇതിങ്ങനെ ചുട്ടുകൊണ്ട് വെക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടും. ഫസ്റ്റ് ആണെങ്കിൽ ഞങ്ങൾക്ക് അത്ര ഈ തോട്ട പോലെ ആയിട്ടില്ല. എന്നിട്ട് പൊത്തി വെച്ചിട്ട് വേണം ഇതിങ്ങനെ ചെയ്യാൻ. പിന്നെ 2, 3, 4 പ്രാവശ്യമൊക്കെ ചെയ്യുമ്പോൾ നല്ല രീതിയിലായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിപ്പോൾ ജസ്റ്റ് ബേസിക്കായിട്ട് ഏത് രീതിയിലാണ് ചട്ടി മയപ്പെടുത്താന്നുള്ളതാണ്. അപ്പോൾ ഈ മെത്തേഡ് ചെയ്താൽ ഒരിക്കലും ക്രാക്ക് ആകുന്നില്ല. ഞാനിപ്പം കുറേ വർഷങ്ങളായിട്ട് ഇത് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ 3 ദിവസം കൊണ്ട് 3-4 ദിവസം കൊണ്ട് തന്നെ നമ്മൾ ചട്ടിയൊക്കെ ഇങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക.